ജോലി ചെയ്യാതെ സ്വപ്നങ്ങൾ വിട്ടു കോടീശ്വരനാക്കും എന്ന് പറഞ്ഞു. നിറമുള്ള വാക്കുകൾ കൊണ്ട് കുടുക്കി എന്റെ വഴികളെല്ലാം മറച്ചു. വിശ്വാസം കൊണ്ട് ഞാൻ പെട്ടുപോയി, സത്യങ്ങൾ പിന്നിൽ മറഞ്ഞു പോയി. നിന്റെ വാക്കുകൾ വിഷം പോലെ എന്റെ ജീവിതം തകർത്തു പോയി. ഞാൻ ഇന്ന് ചതിയൻ എന്ന് വിളിക്കുന്നു. ലോകമെന്റെ കണ്ണീരാരും കാണുന്നില്ല. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേരൊരു നിഴലായി. സുരേട്ടാ, നിങ്ങളെപ്പോഴാ വരുന്ന പറഞ്ഞത്? സുരേട്ടാ, ഞാനേ കുറച്ച് വൈകും. ഞാനിവിടെ മണപ്പുറം വക്കീൽ ഓഫീസിലാണ് ഉള്ളത്. ഞാനേ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുടിരിക്കലും ഉണ്ടായിരുന്നു. നിങ്ങളേ തിരിച്ചു വന്നിട്ട് എനിക്ക് വിളിച്ചാൽ മതി. ഞാൻ അപ്പോഴൊക്കെ ഫ്രീ ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ JK സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ബിഷാന മേഡത്തിനോട് JK സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അൻസാർ VP വരുന്നുണ്ട്. സാറേ, ആ അൻസാർ VPനെ ആ ബിഷാനാണ് ആകെ കൊളാക്കിയത്. മനസ്സിലായി. ഏകദേശം കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം അൻസാർ VP ആ ഒരു എവിഡൻസ് ഫുള്ളായിട്ട് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കമ്പനീൻ്റെ തീരുമാനം ഇപ്പോൾ JK സാറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു വക്കീൽ ഓഫീസിൽ എല്ലാവരും വരുന്നത്. അതായത് അൻസാർ VPക്ക് കൊടുക്കാനുള്ള ക്യാഷ് ബിഷാനോട് കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ ബിഷാനിൻ്റെ ID കട്ടാവുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കുറച്ചൊന്നും ലീഡേഴ്സിനല്ല ഓള് പറ്റിച്ചത്. എൻ്റെ ടീമിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ JK ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. പക്ഷേ JKയും കാസിത്തും തമ്മിൽ ഒരുമിച്ച് നിന്ന് ഈ ഒരു ബിഷാനക്കും അൻസാർ VPക്കും എതിരെ നീങ്ങിനൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പക പോക്കാണ് എന്നുള്ളതാണ് ഞാൻ അന്ന് കരുതിയത്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്ത് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത മാതിരി ഓൻ ഓളെ പിന്നാലെ പോകുന്നുള്ളത്? അതെ സുരേട്ടാ, ഞാനേ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരാം. ഞാനിപ്പോൾ റിയാസിനെയും അതേപോലെ തന്നെ നമ്മളെ ഫൈസലിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ടതിന് ശേഷം വേണം ഞാൻ അവരെ കാണാൻ പോവാൻ. ഓക്കെ, ശരി. അല്ല ഫൈസല, എവിടെ എത്ര നേരമായി എന്നെ കാത്തിക്കണേ? ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? സാറേ, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനൊരു സൂം മീറ്റിങ്ങിലായിരുന്നു. ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പെട്ടെന്ന് കട്ടാക്കി. ഫൈസല, ഇജു റിയാസും ഇവിടെ എത്തിക്കോട്ടെ എഴുതിയാണ്ടാണ് ഞാൻ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ വിളിക്കൽ. റിയാസിനെ വിളിച്ച് അതേപോലെ തന്നെ അന്നയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അന്നെ കുറച്ച് വൈകണ കാര്യം എനിക്ക് വിടുത്തല്ലോ. വക്കീൽ ഓഫീസോ? വക്കീലോ? എന്താ സാറേ പ്രശ്നം? എന്താ സാറേ, വക്കീലും കോടതിയൊക്കെ? വക്കീലിൻ്റെയും കോടതിൻ്റെയും കാര്യമൊന്നല്ല. അതായത് വക്കീൽ ഓഫീസിൽ നിന്ന് ഞാൻ പോന്നു എന്നാ പറഞ്ഞത്. അതായത് എന്താ സംഭവം ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഈ അൻസാർ VPന്റെ ലൈവ് കാണുന്നുണ്ടല്ലോ. അൻസാർ VPന്റെ ലൈവിൽ എന്താ അവസ്ഥ? ഭയങ്കര ഉഷാറായിട്ടില്ല സംസാരിക്കണം. എങ്ങനെ ഇപ്പം പിടിച്ചോൻ ഇത്ര ധൈര്യം വന്ന്? സാറേ, ഓൻ്റെ ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓൻ്റെ പഴയ ഉഷാറും ആ ധൈര്യമൊക്കെ തിരിച്ചു വന്ന മാതിരി. എന്ത് സംഭവം? അതായത് ഫൈസലേ, റിയാസെ, എന്താ സംഭവം ചോദിച്ചാൽ, നമ്മളോടൊക്കെ എന്താണ് ഈ ബിഷാന പറഞ്ഞത് എനിക്കറിയോ? ഓളൊരു ഉറുപ്പ്യ എടുത്തിട്ടില്ല, ഓൻ്റെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, ഓൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വല്ല തെളിഞ്ഞ് നടക്കിനല്ലോ. ഇപ്പം ഇന്ന് വക്കീൽ ഓഫീസിലുണ്ടായ സംഭവം കാണുകയാണെങ്കിൽ അന്തർ കൂടും. അതായത് ആദ്യം ഞാൻ അതിലേക്ക് വരാം. ഈ പറഞ്ഞ അൻസാർ VPക്ക് എങ്ങനെ ഇപ്പം ഇത്ര ഉഷാറ് വന്ന് പഴയ കോലത്തേക്ക് എത്തിയത് എനിക്കറിയോ? ഓൻ്റെ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഓൻ എവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അത് തീർത്തിട്ടുണ്ട്. ആ വിഷയം ഈ ബിഷാന ഓനെ മുടക്കിയതും ഓനെ ഇടങ്ങാറാക്കിയതൊക്കെ ക്ലിയർ ആക്കി. അതായത് ഓൻ അവിടെ പോയി കണ്ട് എന്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശേഷം അവിടെ എന്താ സംഭവിച്ചറിയാം എനിക്ക്? ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിങ്, ഇങ്ങനെ പല പേരും പറഞ്ഞ് ഓൺലൈനായും ഓഫ്ലൈനായും പല പേരിലും പല പ്രൊഡക്റ്റുകൾ ഇറക്കിയും പല തട്ടിപ്പുകൾ നാട്ടിലുണ്ട്. നിങ്ങളെപ്പോലെ എത്രയോ പാവങ്ങൾ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ പച്ചയിറച്ചി കൊത്തിവലിക്കുന്നത് പോലെയാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. ആരും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടായിട്ട് വരുന്നവരല്ല. ഇതിലൂടെ ബിസിനസ് ചെയ്ത് സമ്പാദിക്കണമെന്ന് കരുതി വരുന്നവരാണ് അധിക പേരും. ഈ വരുന്നവർക്കൊന്നും ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലീഡേഴ്സിന് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഹലാലല്ല, കുറേ മോഹന വാഗ്ദാനം മാത്രം ബാക്കി. ഇതിലൊരു ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. എന്തിന് നിങ്ങൾ ആത്മഹത്യ ചെയ്യണം? തെറ്റുകാർ അവരല്ലേ, നിങ്ങൾ പറ്റിക്കപ്പെട്ടു. ഇത് ജനങ്ങളറിയട്ടെ.
ഓൺലൈൻ എന്ന അതേ നാണയത്തിൽ അവർക്ക് തിരിച്ചടി കൊടുക്കണം. ഇനി ഒരു കാരണവശാലും ഞാൻ അവളെ കണ്ണിൽപ്പെടൂല. എനിക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു കൊടുക്കും. നിങ്ങൾ സ്റ്റുഡിയോ ഫീൽഡ് അറിയാവുന്ന ആളല്ലേ, അത് മുഖേന സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇതിൽപ്പെട്ടവർക്ക് ഇതൊരു പാഠമായിരിക്കും. ഇപ്പോഴും ആളുകളെ പറ്റിക്കാൻ വേണ്ടി സൂട്ടും കോട്ടും ബാഗും തൂക്കി ഇറങ്ങി നടക്കുന്നവർക്ക് ഇതൊരു പാരയായിരിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എന്തിനു മരിക്കണം? ഇത് വെച്ചിട്ട് ഞാൻ അവർക്ക് പണി കൊടുക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം ഓൻ്റെ എല്ലാ മാനസിക വിഷയങ്ങളും പ്രശ്നങ്ങളും തീർന്ന് എന്ത് ചെയ്തു, ഓന് പണി കൊടുത്തോൽക്ക് തന്നെ ഓൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇതിന് ശേഷമാണല്ലേ ഓൻ്റെ ആ ധൈര്യവും ആ പഴയ ഉഷാറും ലൈവ് ഇടാനൊക്കെ തുടങ്ങിയല്ലേ. സാറേ, ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടുക്കണു. 1-2 ലീഡേഴ്സിൻ്റെ ഐഡിയും കൂടി സെയിൽസ് ഹോൾഡ് ആയിക്കണു. റിയാസ് ഐ ഡി പോകാറ 2-3 ലീഡർമാർ ഐ ഡി പോകേണ്ടത് എൻ്റെ ഉണ്ടേനു അതിൽ. അതിൻ്റെ കാരണം എന്താ എനിക്കറിയോ? ഈ ലൈവ് കയറുന്ന അൻസാറിനോട് ലൈവ് നിർത്താൻ പറഞ്ഞത് ആരാഎനിക്കറിയോ? റോയ് മാത്യു സാറ് അന്ന് നമ്മൾ മില്ലേനേഴ്സ് മീറ്റ് കൂടിയില്ലേ, അന്ന് നമ്മളടുത്ത് തൃശ്ശൂർ എന്തോ പ്രോഗ്രാം ഉണ്ട്, ഇറങ്ങിപ്പോയത് എങ്ങട്ടാ, നേരെ ഈ പറഞ്ഞ അൻസാറിനെ വിളിച്ചിട്ട് ഓനെ കാണാൻ വേണ്ടി പോയിക്കുക. ഓനെ കണ്ടിട്ട് റോയ് മാത്യു സാർ കൊടുത്ത പ്ലാനിങ് എന്താ എനിക്കറിയോ? റോയ് മാത്യു സാർ പറഞ്ഞു ഈ ലൈവ് നിർത്തിക്കണം, ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ തെളിവുണ്ടെങ്കിൽ അത് കമ്പനിക്ക് കൊടുത്താൽ കമ്പനി തീരുമാനമാക്കി തരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കണ്ട തെളിവുകൾ, ഓന് പ്രോഡക്റ്റ് കിട്ടാതെ തെളിവും അതേപോലെ തന്നെ ബിസാന പൈസ വലിച്ച തെളിവൊക്കെ എന്ത് ചെയ്തു, നേരെ കമ്പനിക്ക് വിട്ടുകൊടുത്തു ഈ അൻസാർ. അല്ല സാറേ, ഈ തെളിവൊക്കെ അൻസാർ നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കൊടുത്തേനി. അതല്ല വലിയ കോമഡി. ഈ ചങ്ങായി കുറേ ഷോർട്ട് ഫിലിമും അതേപോലെ തന്നെ മറ്റു കണ്ട ഈ സ്റ്റുഡിയോ ഫീൽഡൊക്കെ കൊണ്ടുവരുന്നല്ലേ, അത് മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് കണ്ട് ഒരു കഥ പോലെ ആക്കിയിട്ട് അതിനൊക്കെ നേരെ തെളിവുകളൊക്കെ വെച്ച് കണ്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കി ഒരു ഫയലാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നേരെ കമ്പനികൾ മെയിൽ ചെയ്ത് കൊടുത്തിക്കണേ. കമ്പനി ഇത് മൊത്തം ഇരുന്ന് കണ്ട ശേഷമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ മണപ്പുറത്ത് വക്കീൽ ഓഫീസിലേ ഏതൊക്കെ ലീഡർമാരുണ്ടായിരുന്നു? ഈ വക്കീൽ ഓഫീസിക്ക് ആദ്യം ഞാൻ എത്തിയത്. എൻ്റെ സുഹൃത്താണ് വക്കീൽ. കാരണം എന്താ വെച്ചാൽ ഈ വക്കീൽ റെഡിയാക്കിയത് ഞാനാണെങ്കിലും JK സാറാണ് ഇങ്ങോട്ട് വിളിച്ച് പറയണത് എന്ത് ചെയ്യണ്, ഇങ്ങനെ വക്കീൽ ഓഫീസിൽ ഇങ്ങനെ സംഭവം റെഡിയാക്കണം എന്നുള്ള കാര്യം. ഇത് സംഭവിച്ചാൽ ഞങ്ങൾക്കറിയോ, കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് മറ്റേ JK സാറിന് വിളിച്ച് പറഞ്ഞിരിക്കണേ, നിങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ കാസിത്തിൻ്റെയും ബിഷാനിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യക്ക് ID സെയിൽസ് ഹോൾഡ് ആവുന്നില്ല കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്തു, JK സാർ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മണപ്പുറത്തിൻ്റെ സുഹൃത്ത് വക്കീലിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അൻസാർ VP അവിടെ വന്നു. അൻസാർ VPൻ്റെ കൂടെ ഈ പറഞ്ഞ ഈ മൗലിയാരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളോടെ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ കാരണം എന്താ എനിക്കറിയോ? കമ്പനിയിൽ നിന്ന് JK സാറോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ID പോകുന്നില്ലതാണ്, പെട്ടെന്ന് തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ. കാരണം ഫുള്ള് തെളിവടെ കിട്ടിയപ്പോൾ കമ്പനിക്ക് കാര്യം മനസ്സിലായി, ഈ ബിസാൻ നല്ലോണം പൈസ പറ്റിച്ചിക്കണമെന്നും അതേപോലെ തന്നെ കാസത്ത് കുറേ പ്രൊഡക്റ്റ് ഇവനെ പറ്റിച്ച് കൊണ്ടേക്കണമെന്നൊക്കെ ഉള്ളത്. അത് തീരുമാനമായി കൊടുക്കാൻ പറഞ്ഞു. അവിടെ വന്ന് വക്കീലിൻ്റെ മുന്നിൽ എന്ത് ചെയ്തു, ഇതൊക്കെ എഴുതി ക്ലിയർ ആക്കിയതിന് ഉള്ളിൽ നിന്നിട്ട് ഇനിയൊരു കാരണവശാലും ലൈവ് ചെയ്യാൻ പാടില്ല, ഈ കാര്യം പറഞ്ഞ് ലൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അൻസാർ VPനെ കൂടെ അവിടെ ഒപ്പിടിച്ചു. പിന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ബിസാനെ കൊണ്ടും കാസത്തിനെ കൊണ്ടും ഒപ്പിടിച്ചു. എന്ത്, ഇവന് കൊടുക്കാൻ അതൊക്കെ കൊടുക്കണമെന്നും ഇനി ഇവനായിട്ടൊരു വിഷയമല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു, അൻസാർ VPക്ക് കൊടുക്കാതെ ഈ പ്രോഡക്റ്റിൻ്റെ പൈസയും കൊടുത്തു. ബിസാനെ പറ്റിച്ച പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല. ഓള് കുറേ പറ്റിച്ചിട്ട് എനിക്കും അറിയാം. കാരണം വെച്ചാൽ ഓള് ചില വർത്താനത്ത് കൂടെ നമുക്ക് പിടുത്തം കിട്ടുമല്ലോ, ഓളെ വർത്താനത്ത് കൂടെ. അപ്പോൾ ഈ ഓള് കൊടുക്കാതെ തെളിവ് സഹിതം കൊടുക്കാതെ പൈസ എന്ത് ചെയ്തു, അൻസാറിന് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ വക്കീലിൻ്റെ മുന്നിൽ നിന്ന് അത് തീർന്ന് എഴുതി ഒപ്പിട്ട് കാണ്ട് ഇപ്പോൾ വരുന്ന വരവാ ഞാൻ നോക്കല്ലേ. ജബ്ബാർ സാർ അൻസാറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ കമ്പനി ഇത് പതുക്കെ സോൾവ് ആക്കിയല്ലേ. അതെന്താണെന്നറിയോ, ഇതിൻ്റെ ബാക്കിൽ റോയ് മാത്യു സാറ് നല്ല കളി കളിച്ചിരിക്കണേ, അതെനിക്കറിയാം. അത് ഉറപ്പല്ലേ, അതല്ലേ ഞങ്ങൾ മീറ്റിങ്ങിൻ്റെ അടിയിൽ നീച്ചു പോയത്. അത് മാത്രല്ല, ഇപ്പം പൈസ കിട്ടിയത് ആ ചങ്ങായിക്ക് ഒരു കാര്യത്തിലായില്ലേ. ശരിയാണോടാ, മറ്റന്നാളേ ഓൻ്റെ വീട് ജപ്തി പറഞ്ഞതാ, പള്ളി കമ്മിറ്റി വരെ പിരിച്ചിക്കണെന്നാ കേട്ടെ. അതിപ്പോൾ കമ്പനി ഇടപെട്ട് ആ പൈസ കിട്ടിയത്, ഓൻ ആ പൈസ കൊണ്ട് ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ജപ്തിന്ന് ഓന് ഒഴിവാകാൻ പറ്റും. ആ പൈസ കൊണ്ടൊന്നും ആ ജപ്തി നിൽക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് നല്ല സംഖ്യ ഉണ്ട്. ഓണ്ട് അവിടുന്ന് പോയപ്പോൾ പറയണേ എവിടെയോ ഹൈക്കോടതിയിൽ എവിടെ പോകണം, ഇവിടെ ഹൈക്കോടതിയിൽ പോയിട്ട് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് താൽക്കാലികം സ്റ്റക്കാക്കണം എന്നാണോ എന്നോട് പറഞ്ഞത്. അത് ശരി, ഞാൻ ഈ പരിപാടി നിർത്തിയാലോ എന്ന് ആലോചിക്കുക. 5-6 കൊല്ലമായിട്ട് ഇതിൻ്റെ വേക്കിൽ നടന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ വല്ല പേപ്പർ വല്ലതും ശരിയാക്കിയിട്ട് മെല്ലെ പുറത്തേക്ക് ചാടാനുള്ള വകുപ്പാണ്. അതൊക്കെ നന്നാകും അല്ലേ? അതാണ് റിയാസേ, ഇന്റെ കാര്യം നോക്കണ്ട, ഇത് കയറാൻ നോക്കിക്കോ. ഞാൻ ആ തോട്ടൊക്കെ നോക്കിയിട്ട് അവിടെ എങ്ങനെ ചുറ്റിപ്പറ്റി ഇന്നെ അത് വല്ലാതെ ബാധിക്കൂല. പക്ഷേ എനിക്കതല്ല, നമ്മളെ വിശേഷം കണ്ട് ഇതിൽ വേറെ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കണം. ഓലിപ്പോൾ എന്താ കാട്ടാന്നുള്ള എനിക്ക് ആകെ ഒരു ടെൻഷൻ. ഓലെ പടച്ചോൻ കാത്തു, അല്ല എൻ്റെ നമ്മൾ ചെയ്യും.
അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോളി. എൻ്റെ 6 വർഷമാണ് പോയത്. എനിക്ക് പറ്റിയ ചതി നിങ്ങൾക്ക് പറ്റാതെ സൂക്ഷിക്കുക. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെ വല വീശി പിടിക്കാനായിട്ട് കോട്ടും സൂട്ടും ബാഗും തൂക്കി നിങ്ങളെ പിറകെ അവരുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഒരിക്കൽ പോലും കുടുംബവും വീട്ടും നഷ്ടമായി. എനിക്കിപ്പോൾ എൻ്റെ പേരിൽ മാത്രം ബാക്കി ഒരു നിഴൽ ചിരിച്ച മുഖങ്ങൾ മാറി നോക്കി. എന്നെ ആരും ഇനി വിശ്വസിക്കില്ല.